അന്നലഹു 99 ഇസ്മാന, ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾക്ക് 99 പേരുണ്ട് എന്നാണ്. അപ്പൊ ആ പേരിനാൽ എന്ന പേരന്നെ ഓഹുവ ഏതൊക്കെയാണ് 99 പേര്? അൽ ഖുത്ബു, അബ്ദുൽ ഖാദിർ, സയ്യിദ്, മുഅയ്യിദ്, കരീം, അലീം, ഷരീഫ്, വരീഫ്, ഇമാം, ഹുമാം, സാലിക്, നാസിക്, മുഅ്മിൻ, മൂഖിൻ, മുൻഇം, മുഖിരിം, ത്വബീബും, ത്വയ്യിബും, മുതയ്യബ്, ജവാദും, മുൻഖാദും, ഖായിമുൻ, സായിമുൻ, ആബിദുൻ, സായിദുൻ, സാജിദുൻ, വാജിദുൻ, ജീലിയുൻ, ഹംബലിയുൻ, ദഖിയുൻ, നഖിയുൻ, കാമിലുൻ, ബാദിറുൻ, സക്കിയുൻ, സഫിയുൻ, ജമീലുൻ, ജലീലുൻ, മാലിൻ, മനാസിൻ, സഈദുൻ, റഷീദുൻ, സഖിയുൻ, മഫിയുൻ, ബാറുൻ, നഖീബുൻ, നജീബ്, ഖാലിഉൻ, ഖാശിഉൻ, സായിബുൻ, ആഖിബ്, വാരിസുൻ, ഹാരിസുൻ, വാരിഉൻ, ബാരിഉൻ, ഫായിഖുൻ, ലായിഖുൻ, വാസിഖുൻ, സാമിഖുൻ, വലിയുൻ, ഹഫിയുൻ, ലാഹിറുൻ, ത്വാഹിറുൻ, മുതീഉൻ, മനീഉൻ, മുനീഉൻ, ലബീബുൻ, ഹബീബുൻ, ഷാഹിദുൻ, റാസിദുൻ, സായിദുൻ, ഖായിദുൻ, ബസീറുൻ, മുനീറുൻ, സിറാജുൻ, താജുൻ, ഫായിഖുൻ, ഫാത്തിഹുൻ, മുഖറബ്, താജുൻ, മുഖറബ്, മുഖദ്ദബ്, ഖലീലുൻ, ദലീലുൻ, സാദിഖ്, ആദിഖുൻ, സുൽത്താനും, ബുർഹാനും, മസനിയുൻ, ഹുസൈനിയുൻ, ആലിമുൻ, ഹാക്കിമുൻ, മുഈനും, മുബീനും, മിസ്ബാഹും, മിഫ്താഹും, ഷാക്കിർ, സാക്കിറുൻ, മലാദൻ, മുആദ്, സാലിഹുൻ, നാസിറുൻ, ഫാലിഹുൻ, വാലിഹുൻ. ഇങ്ങനെയുള്ള പേരുകളൊക്കെ 99 പേര് മഹാനുണ്ട് എന്നാണ്. കാലഭാഗത്തും ചില ആൾക്കാർ പറയുന്നത് മൻറക്കാവി ആദിയിൽ അസ്മാഅ്, ഈ പറയുന്ന പേരുകൾ പറഞ്ഞിട്ട് ആരെങ്കിലും മന്ത്രിച്ചാൽ റഖിയ അല്ലെങ്കിൽ റക്ക മന്ത്രിച്ചാൽ അവർക്ക് അത്തബഹ അല്ലെങ്കിൽ ഈ 99 പേര് എഴുതി വെച്ചു. ഈ തമീമത്തിൻ ഒരു ഏലസില് എന്നിട്ട് ഹമലഹ അതെന്താന്നറിയാമോ, അവന് ചുമന്നു നടന്നു അരി കെട്ടി. സലിമ ഈ കെട്ടപ്പെട്ട വ്യക്തി മീൻ മസ്ജി ഷെയ്ത്താൻ, ഷെയ്ത്താന്റെ സ്പർശനം വരും. ആ ഷെയ്ത്താന്റെ സ്പർശനത്തെ തൊട്ടും ഒഴിവായി എന്നാണ്. അലൈഹി എന്ന് പറഞ്ഞാല് മുതഅല്ലിഖും ബിസ്മൻ, ഇസ്മിനാൽ അവരേക്കാന്നായി. മുഹിയുദ്ദീൻ എന്ന മുനാദ നിദാൻ അർപ്പണ കളഞ്ഞു പോയിട്ട് ഇതിന്റെ കളഞ്ഞിട്ട് യാ മുഹിയുദ്ദീൻ എന്ന് പറയുക. وفي خزانتي أسرار رواسندا عن كل من وضعت في عنقه عددا إلا أبا بكر منهم وطاب فدا وجد المال يجمع محي الدين. ومن هنا അങ്ങനെ നിൽക്കുമ്പോ ഇവിടെ അങ്ങനെ വിശദീകരിക്കാനുള്ള ഇതിനുള്ള സ്കലനങ്ങള് അങ്ങനെ വിഷയം പറഞ്ഞിട്ട് ഇവിടെ വെച്ച് കാല മഹാൻ പറഞ്ഞു. ഈ രീതിയിലാണ് മഹാന്റെ ജീവിതം. അങ്ങനെ വന്നപ്പോ കാല മഹാൻ പറഞ്ഞു ഖദമി ആദിഹി അലാ റകബതി കുല്ലി വലിയിലില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അന്നഹു ലൻ യുറഫ് ഫി അശ്രി, തന്റെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിട്ടില്ലല്ലോ. മൻകാന യുസാവി ബിൽ ജംഇ ബൈന ആദിഹിൽ കമാലാത്തി, ഇത്തരം കമാലാത്തുകൾ ഒരുമിച്ച് കൂട്ടുന്നതിന്റെ ഇടയിൽ, ഇത്തരം കമാലാത്തുകൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടുന്ന വിഷയത്തിൽ മഹാനോട് സമന്മാരായ ആരും ഒരാളെ അക്കാലത്ത് പറയപ്പെട്ടിട്ടില്ല, അറിയപ്പെട്ടിട്ടുമില്ല. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ തഅലീമു ശൈഇഹി, ശൈഖ് അവറുകളുടെ ആ കാര്യത്തെ വണ്ണമാക്കലാണ്, ആദരിക്കലാണ്. വഹുവ ബിലാ ശക്തി, ഒരു സംശയമില്ല മഹാൻ യസ്തഹിഖു തഅലീമ, എല്ലാ നിലയിലുള്ള ആദരവിനും അംഗീകാരത്തിനും ബാധ്യതയാണ് മഹാനവറുകൾ, ഉടമയാക്കിയവരാണ്. വഖാല ബഅലുഹും, ഇനി ചില ആൾക്കാർ പറയുന്നുണ്ട് അൽ ഖദമു ഹുന, ഇവിടെ ഖദമിനാണ്, ഖദമ് ചെരിപ്പിടിക്കാനാണ്, അത് മജാസിയായി ഉപയോഗിച്ചതാണ്, ഹഖീഖത്തല്ലാതെ. എന്തുകൊണ്ട്? അന്നകുൽ മുനാസിബുൽ അദബി, മജാസി എന്ന് പറയാൻ കാരണം സംസ്കാരത്തിനോട് അതാണ് യോജിച്ചത്, അതുകൊണ്ടാണ്. വൽ മുൻകിനും ഒമുമുഖുവയായി, അത്തരം കാര്യം സംഭവിക്കുക എന്നുള്ള പൊതുവെ ഉള്ളതാണല്ലോ, ഇൻകാനുള്ളതാണല്ലോ.
അപ്പൊ യുക്കാലു പറയപ്പെടും ഫുലാനും അല കദമി കദമിൻ ഹമീദത്തിൻ എന്ന് പറയപ്പെടാൻ പറ്റുമല്ലോ. നൂറായി ത്വരീഖത്തിൻ ഹമീദത്തിൻ, നല്ലതായ വഴിയിലൂടെയാണ് ഇന്നാന്ന സഞ്ചരിക്കുന്നതെന്ന് പറയപ്പെടാൻ പറ്റും. ഇന്ദ മാവിൽ കലായിദ്, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കലായിദിലുള്ളതാണ്. ആ കലായിലുള്ളത് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഇനി നമുക്ക് ഫത്താവൽ ഹദീസിയുണ്ടല്ലോ, ബഹുമാനപ്പെട്ട മറ്റൊരു ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ, രണ്ട് ഇബ്നു ഹജർമാർ, ഒന്ന് അസ്കലാനി, ഒന്ന് ഹൈത്തമി. ഹൈത്തമി ഫത്താവൽ ഹദീസ് ഉണ്ടാക്കിയ മുസന്നിഫ് മഹാനവറുകൾ പറഞ്ഞത് അതിൽ കാണാം. അന്നഹൂലം യഖുൽഹു ഇല്ലാ ബി അംരിഹി ബിദാലിക ഖദമി അലാ റഖബാത്തിൽ ഔലിയായി പറയുന്ന വാക്കുണ്ടല്ലോ, അത് പറയണം എന്നുള്ളത് ഷെയ്ഖ് അവറുകളോട് എന്ത് ചെയ്തതാണ്, കൽപ്പന ഉണ്ടായിട്ടുണ്ട്. ആ കൽപ്പന പ്രകാരം പറഞ്ഞതാണ് എന്നാണ് ഫത്താവൽ ഹദീസിലും ഉള്ളത്. എന്തിന് കുത്തുബിയ്യത്തിഹി, മഹാനവറുകൾ അക്കാലഘട്ടത്തിലെ കുത്തുബാണ് നേതാവെന്ന് അറിയിക്കാൻ വേണ്ടി പറയാൻ വന്നതാണ്. ഫലം യസ അഹദറ തഖല്ലുബു അനിൽ ഖുദൂഇ ലഹു, മഹാനവറുകൾക്ക് കീഴൊതുങ്ങുക, മഹാനവറുകൾക്ക് വിലയം ചെയ്യുക എന്നതിനെ തൊട്ട് പിന്തി നിൽക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മൂപ്പര് പറഞ്ഞ കാര്യം കൊണ്ട് അംഗീകരിക്കുക, അതല്ലാതെ മാർഗം അവിടെ ആർക്കും ഇല്ല. അത്ര നിലപാടുള്ളവരാണ് ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ. ബൽ ജാഅ ബി അസാനീദ മുതഅദ്ദിദത്തിൻ അൻ കസീരീന, ഇങ്ങനെയൊക്കെയാണ് എങ്കിലും അധിക ആളെ തൊട്ടും എണ്ണമുടയതായ അധിക സനദുകൾ വന്നിട്ടുണ്ട്. എന്തത്, അന്നഹും നിശ്ചയമാട്ടം കസീർ അഖ്ബറു, അവര് പറയുന്നു ഖബില മൗലിദിഹി ബിനഹവി മിഅത്തി സനത്തിൻ, മഹാനവറുകൾ ജനിക്കുന്നതിന് 100 കൊല്ലം മുമ്പ് പറഞ്ഞു. എന്താ പറയുന്നത്, അന്നഹു സയൂലദു ബി അർദിൽ അജമി, അനറബി നാട്ടിൽ പ്രസവിക്കപ്പെടും. മൗലൂദ്, ഒരു കുട്ടിയെ. ലഹു, ആ കുട്ടിക്ക് മൽഹറുൻ അലീം, വണ്ണമായതായി വലിയ പ്രചാരവും വെളിപ്പെടലൊക്കെ ഉണ്ടാകും. അങ്ങനൊരു കുട്ടിക്ക് ജന്മം നൽകപ്പെടും അനറബി നാട്ടിൽ എന്ന് മഹാജനിക്കുന്നതിന് 100 നൂറ്റാണ്ട് മുമ്പ് തന്നെ അധിക പണ്ഡിതന്മാരും ഔലിയാക്കളും പ്രവചിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. യഖൂലു ദാലിക, അങ്ങനെ ആ കുട്ടി ഈ വാക്ക് പറയും. ഫതന്തരിജുൽ ഔലിയാ ബി വഖതി തഹത ഖദരിഹി, അങ്ങനെ പറയട്ടെ, മഹാനവറുകൾ ആ ഷെയ്ഖ് ഉള്ള കാലത്ത് അന്നത്തെ ഔലിയാക്കൾ മുഴുവനും ഈ ഷെയ്ഖിന്റെ കാലടി കീഴിൽ വരും എന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അധിക മഹാപണ്ഡിതന്മാരും പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് ഇതറിയാം, അള്ളാഹ് അറിയിച്ചു കൊടുത്തു. ഈഹാമുഖാന്തരം ഇന്ദഹ ഫത്താവൽ ഹദീസിലും കഴിഞ്ഞു. ഒരുപാട് ചർച്ച അവിടെ ഉണ്ട്, നോക്കിയാൽ കിട്ടും. തുറ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ, ജമിയ, എല്ലാ ഔലിയാക്കുന്ന. അപ്പൊ എന്താ തെർക്കീബ്, അത് നെസ്ബുനുള്ള ഹാലി, തെർക്കീബ് ഹാലാണ്. ഹാലിന്റെ പേരിൽ നെസ്ബ് കിട്ടിയതാണ് തുറൻ. അപ്പൊ യുക്കാരു പറയപ്പെടാറുണ്ടല്ലോ, ജാഊ തുറൻ, അവരെല്ലാവരും ഒരുമിച്ച് നിലയിൽ വന്നു. ഫഹുവ, അപ്പോൾ തുറ എന്നുള്ളത് മുഖഫഫത്തുൻ, തുറന്ന വേണ്ടത്, പക്ഷെ ശ്രദ്ധില്ല, അത് ലഘൂകരിക്കപ്പെട്ടതിൽ വസിനി, അത് ബെയ്ത്തിന്റെ ആ വരികളൊക്കാൻ വേണ്ടി കാട്ടിയതാണ്. അങ്ങനെ വരാലോ, ബെയ്ത്തിന്റെ ബുദ്ധിമുട്ടിന് വേണ്ടി പല നിയമങ്ങളും മാറിയും. ഫകുല്ലുഹും ഖദ്റു വലഅല്ലക ബുശ്റാ, അതൊക്കെ നമുക്കറിയാം. നമുക്കിനി ചർച്ച ബുശ്റിന്റെ അവിടെ ഉള്ളൂ. ഐ സുറൂർ എന്നാണ് ബുശ്റിന്റെ അർത്ഥം, സന്തോഷിച്ചതിന് വേണ്ടി എന്നാണ്. മഖ്ഊലി അജലിഹി, മഖ്ഊൽ ലഹു ആണ് അത്. അപ്പൊ എന്താവും, ഫഹുവാബിൽ അസ്ലി, ഈ പറയുന്ന ബുശ്റ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ എന്താ അർത്ഥം, അൽ ഖബറുസാർ, നല്ല സന്തോഷകരമായ വാക്ക് എന്നാണ്. മഖൂൽ, ആ പറയപ്പെടുന്നതിൽ എന്തായി ഈ സംഗതി ആവാം, എന്താവാം, പറയപ്പെടുന്നതിലുള്ള അവസ്ഥയായിട്ട് മാറാൻ പറ്റും. അപ്പൊ എങ്ങനെ അറിയാം ഹാലായിട്ട്, അയാല കൗനിഹി ബിശാറത്തൻ, അദ്ദേഹം തന്നെ എന്താണ് സന്തോഷ വാർത്ത അറിയിക്കുന്ന നിലയിലായി. ഖബറൻ സാറൻ ലഹും, അവർക്കുള്ളതായ ഒരു സന്തോഷ വാർത്ത, അതുപോലെ തന്നെ സന്തോഷമാവുക എന്ന നിലയിൽ എന്നൊക്കെയായി.
അങ്ങനെയും പറ്റും. യാമൻ സമ, സമ എന്ന് പറഞ്ഞ അർത്ഥം അല വർത്തവ, മേലെയായി ഉയർന്നു എന്നാണ്. ഇസ്മൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇസ്മിദാൻ എന്നാണ്, തെമ്മീസാണ്, നാമത്താൽ. ഫായിലിനെ തൊട്ട് തെറ്റിക്കപ്പെട്ട് കൊണ്ടുവന്ന ഇസ്മാണ്, തമ്മീസാണ് ഇസ്മ. അപ്പൊ എന്തായ അർത്ഥം? ഐ സമ അല ഇസ്മ ഇസ്മു, ഷെയ്ഖ് അവരുടെ പേര് മേലെയായി ഉയർന്നിരിക്കുന്നു, അല ഇസ്മിഹിൻ, ഈ മറ്റുള്ള ഔലിയാക്കളുടെ പേരിനേക്കാൾ. അങ്ങനെ തന്നെ ഇപ്പൊ ഉള്ളത്. എത്ര കൊല്ലായി പോയിട്ട് ഇന്നും ഈ മഹാനെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു. ഫഖദ് ബയ്യന്ന വജ്ഹ ഉലുവി ഇസ്മിഹി, മഹാനവറുകളുടെ നാമം ഉയർച്ച കിട്ടാൻ ന്യായം എന്തെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. താഴത്തെ ഖൗലിൻ നാളിമി സുമ്മീത ബിസ്മിൻ അളീമി യാ മുഹിയദ്ദീൻ എന്നല്ലേ, അവിടെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ നോക്കുക. ഇനി നമ്മൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നില്ല, ഒരു സൂചന നൽകിയത് മാത്രം. അപ്പൊ അവിടേക്ക് നോക്കിക്കോളി, അപ്പൊ കിട്ടും എന്നാണ് നമ്മോട് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ വയഹത്തമിരു, സാധ്യതയുണ്ട്, അയുറാദബിഹി, ഈ പറയുന്ന ഇസ്മൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാം, മാവി തബ്രീൽ ഖാത്തിരി വഗൈരിഹി, തബ്രീൽ ഖാത്തിറിലും അല്ലാത്തതിലുമുള്ള ഒന്ന്. എന്താ? അന്നലഹു, നിശ്ചയമായിട്ടും ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾക്കുണ്ട്. ഇസ്മു എന്ന് പറയുമ്പോൾ അത് എത്ര പേര് നോക്കാം. قد قلت بالإذن من مولاك مؤتمرا قدمي على رقبات الأولياء ترى وكلهم قد رضوا ولعلها بشرى يا من سمى اسما عليهم هي الدين. ഈ ബൈത്താണ് നമുക്ക് വ്യാഖ്യാനിക്കാനുള്ളത്. മഹാൻ പറഞ്ഞ വാക്കിപ്പോ എന്താ അറിയോ? അത് കുൽത്ത, നിശ്ചയമായിട്ടും അങ്ങ് പറഞ്ഞിരിക്കുന്നു, ബിൽ ഇതിനി മൗലാക്ക, നിങ്ങളെ മൗലയിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് കിട്ടിയത് ഒരു സമ്മതമുണ്ട്. ആ സമ്മതപ്രകാരം അങ്ങ് പറഞ്ഞിരിക്കുന്നു. എന്തു പറഞ്ഞു? കദമി, എന്റെ കാലടിപ്പാട്, എന്റെ കാലടിപ്പാട്, അല റഖബാത്തിൽ ഔലിയാഇ തുറ, ഔലിയാക്കളുടെ പിരടിയുടെ മുകളിലാണ് എന്റെ കാലടിപ്പാത എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ എല്ലാ ഔലിയാക്കളും അങ്ങേക്ക് താഴെയാണ്, അങ്ങയുടെ കീഴിലാണ്, അവർക്കെല്ലാവർക്കും നേതാവായി നിൽക്കുകയാണ് നിങ്ങൾ എന്നാണ് അതിന്റെ സാരം. എല്ലാ ഔലിയാക്കളും, ആ ഔലിയാക്കൾ തന്നെ എല്ലാവരുമായ നിലയിൽ എല്ലാവർക്കും നേതാവാണ് നിങ്ങൾ. അപ്പൊ കൊല്ലുകും, അപ്പൊ എല്ലാ ഔലിയാക്കളും കതിറന്നു, അവരിഷ്ടപ്പെട്ടു, പൊരുത്തപ്പെട്ടു. അല്ലഹ, ആ കാലടിപ്പാട് വെക്കലിനെ അവർ ഇഷ്ടപ്പെട്ടു. അത് എന്തുകൊണ്ടാണ് ഓല് അങ്ങനെ ഇഷ്ടപ്പെട്ടത്? ബുഷ്റ, സന്തോഷിച്ചത് കൊണ്ടാണ് ഓര് അങ്ങനെ ഇഷ്ടം വെച്ചത്. അവർക്ക് സന്തോഷമായി. യാമൻ, ഒരുത്തരെ, സമാ ഇസ്മൻ അലൈഹിം, അപ്പൊ യാമൻ സമസ്മൻ അലൈഹിം മുഹിയദ്ദീൻ, ഒരുത്തര്, എങ്ങനത്തെ ഒരുത്തർ? സമ, അങ്ങ് മേലെയായിരിക്കുന്നു, ആ ഒരുത്തൻ മേലെയായിരിക്കുന്നു, ഇസ്മൻ നാമത്താൽ മേലെയായിരിക്കുന്നു, ഉയർന്നിരിക്കുന്നു, അലൈഹിം മറ്റുള്ള ഔലിയാക്കളെക്കാളൊക്കെ. മുഹിയദ്ദീന, മുഹിയദ്ദീൻ തങ്ങളേന. അപ്പൊ എല്ലാ ഔലിയാക്കളുടെയും നേതാവാണ് ഷെയ്ഖ് മുഹിയദ്ദീൻ തങ്ങൾ. അത് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അവർക്കെല്ലാവർക്കും മേലെയാണ് അങ്ങ്. ഇതിന്റെ സാരം. ഇനി അതിന്റെ വ്യാഖ്യാനം, ഖദ് ഖുൽത ബിൽ ഇദ്നി എന്ന് പറയുമ്പോ, ബിൽ ഇദ്നി അൽ ഹാസിൽ ബിൽ ഇൽഹാമി, അല്ലാഹു തആല വഹി മുഖാന്തരം ഔലിയാക്ക് കൊടുക്കണില്ലല്ലോ. വഹി നബിയോടുകൂടി കഴിഞ്ഞില്ലേ? ഞങ്ങളുടെ വഹിയല്ല, ഇൽഹാമല്ലേ ഉള്ളത്. അപ്പൊ ആ ഇൽഹാം മുഖാന്തരം കിട്ടിയതായ ഇതിനാണ്. ഒത്തഖദ്ദമ, എത്തരത്തിൽ മുമ്പ് പറഞ്ഞുപോയി, എന്ത്? അന്നഹു ഇൽഹാമു ഹുജ്ജത്തുൻ, എന്ത്? സൂഫിയത്തി, സൂഫിയാക്കൾ അടുക്കൽ ഇസ്ലാമിൽ തെളിവാണ് ഇൽഹാം.
ഒരു നിബന്ധനയുള്ളൂ, ഫീമാല യുഖാലിബു ശരീഅത്ത, ശരീഅത്തിനോട് എതിരാവരുത്. ശരീഅത്തിനോട് എതിരാവാത്ത ഏതെല്ലാം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഇൽഹാം പ്രകാരം കിട്ടിയതൊക്കെ തെളിവാണ് സൂഫിയാക്കളുടെ അടുത്ത് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതിനോട് ഓർമ്മപ്പെടുത്താന്ന് മാത്രം. അപ്പൊ അങ്ങനെ ആ ഇൽഹാ പ്രകാരം കിട്ടിയതാണ് ഈ ഇതിന്. ആ ഇതിന് കൊണ്ടാണ് അങ്ങ് പറഞ്ഞത്. മിൻ മൗലാക്ക എന്ന് പറയുമ്പോൾ അതിന് ഉദ്ദേശം മിനല്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൽ നിന്നാണ്. മുഅ്തമിറിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടില്ല. മുഅ്തമിർ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങുന്നവരാ നിലയിൽ, മുംതസിരൻ വ മുതീഅൻ ലിൽ അബ്ദീന, നിങ്ങൾ പറഞ്ഞത് തന്നെ നിങ്ങൾ എന്താണ് അള്ളാന്റെ കൽപ്പനക്ക് വഴിപ്പെടുന്നവരായിട്ടും അനുസരിക്കുന്നവരായിട്ടും. ഹാലാണ് തെർക്കിമിനത്തായി സാഹിബ് ഹാൽ താരിഫി കുൽത്ത, കുൽത്ത എന്നൊരു താഴുണ്ടല്ലോ, മുഖാത്തമന്റെ താഴ് സാഹിബ് ഹാൽ മാരിഫിയാണ്, അത് മാരിഫിനെയാണല്ലോ. ആ തായിൽ നിന്നാണ് എന്ത് വന്നത്, മുഅ്തമിറ എന്ന് പറഞ്ഞ ഹാല് വന്നത്. ഹാല് വസ്വാലം അതെങ്ങനെ വെക്കാം, ഹാല കൗനിക മുംതസിലൻ ലിൽ അംരി, കൽപ്പനക്ക് നിങ്ങൾ വഴങ്ങിയതായ, നിങ്ങൾ അനുസരിച്ച് വഴങ്ങിയതായ നിലയിൽ. വഖദ് സറഹ കസീറും മിൻഹും, ഔലിയാക്കളിൽ നിന്ന് അധിക ആളുകളും വ്യക്തമാക്കി പറഞ്ഞു. എന്തുകൊണ്ട്, ബി അന്നൽ മഖാലത്തുൽ ആതിയത, ശേഷം വരുന്ന വാക്കുകളുണ്ടല്ലോ അത്, ഇന്നമാ വഖഅത്ത് മിൻഹു, അത് ശൈഖിൽ നിന്ന് സംഭവിച്ചത്, ബി അംരില്ലാഹി തആല, അള്ളാന്റെ കൽപ്പന പ്രകാരം തന്നെയാണ് എന്നത് അവരെല്ലാവരും വ്യക്തമാക്കി, അധിക പേരും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. കമ സയുബയ്യിനുഹു, അതിനെ പിന്നീട് എന്താ വ്യാഖ്യാനിച്ച് കൊണ്ടുവരും. ഖൗലുഹു ഖദമി, അപ്പൊ അതിനെ വ്യാഖ്യാനിക്കുന്ന ഖദമി അല റഖബാത്തിൽ ഔലിയ എന്ന് പറയുന്ന വാക്ക് അതിനെ വ്യാഖ്യാനിക്കുന്ന പോലെ എന്നർത്ഥം. വദാലിക ഖദമി അല റഖബാത്തിൽ ഔലിയ എന്നുള്ള പറഞ്ഞത്, അത് കമാബിൽ ഖലാഇദി, ഖലാഇദിലുള്ളതുപോലെ. എന്താ ഖലാഇദിലുള്ളത്, അന്നഹു ഖാല അൽ ഹാഫിളു അബുൽ ഇസ് അബ്ദുൽ മുഗീസ് ബിൻ ഹറബുൽ ബഗ്ദാദി വഗൈറുഹു, ഇവരൊക്കെ പറയുന്നു, കുന്ന ഹാദിരീന ബി മജ്ലിസ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലിയി ബി ബഗ്ദാദ, ബഗ്ദാദ് നാട്ടിൽ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങളുടെ സദസ്സിൽ ഞങ്ങൾ സന്നിഹിതരായിരുന്നു. അങ്ങനെ വകാന ബി മജ്ലിസി, ആ സദസ്സിലുണ്ടായിരുന്നു, ആമത്തു മശായിഖിൽ ഇറാഖി യൗമഇദിൻ, അക്കാലഘട്ടത്തിൽ ഇറാഖിലുള്ള എല്ലാ ശൈഖന്മാരും ഉണ്ടായിരുന്നു. മിൻഹും, ആ സമുദായ ആ ശൈഖന്മാരിൽ പെട്ട ആളാണ് അഷൈഖ് അലിയുൽ ഹീത്തി, ഒരു ശൈഖ്, അബുൽ അബ്ബാസ് അഹ്മദുൽ യമാനി 2, അബൂബക്കർ ഷൈബാനി 3, വശിഹാബ് ഉമർ സൂറവർദി 4, അബൂ മുഹമ്മദ് ഹരീമി 5, വഗൈറുഹും, ഇവരല്ലാത്തവരുമുണ്ട്. അങ്ങനെ ഇരിക്കെ സദസ്സിലെല്ലാവരും ഉണ്ടല്ലപ്പോ, ഔലിയാക്കളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ വശേഖു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങള് യതകല്ലമു അലൈഹിം, അവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വഖദ് ഹളറ ഖൽബ, എത്തരത്തിൽ മഹാനവറുകൾ കൽബിൽ ഹുദൂർ ഉണ്ടായി. കൽബിലേക്ക് സംസാരിച്ചുകൊണ്ടിരുമ്പോ കൽബിലേക്ക് അതെന്തായി, ഹാലറായി. അങ്ങനെ കൽബിൽ ഹുദൂർ ഉണ്ടായി. ആ ഹുദൂർ അള്ളാന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. അങ്ങനെ ആ കൽബിലൊരു ഹുദൂർ ഉണ്ടായപ്പോ വഖാല, ശൈഖ് പറയാണ്, ഖദമി ആദിഹി അലാ റഖബത്തി കുല്ലി വലിയില്ല, അള്ളാഹ്ക്കുള്ള ഏതെല്ലാം ഔലിയാക്കളുണ്ടോ ആ ഔലിയാക്കളുടെ പിരടിയുടെ മുകളിലാണ് എന്റെ ഈ കാലടിപ്പാട് എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. അങ്ങനെ വഖാമ ഷെയ്ഖു അലിയുൽ ഹീത്തി, അപ്പൊ സദസ്സിലുണ്ടല്ലോ ഷെയ്ഖ്, ആ ഷെയ്ഖ് അലിയുൽ ഹീത്തി എന്നവരോട് എണീറ്റു. സൈദൽ കുർസിയ, ഒബ്രു കുർസി കസാരി കയറിയിരുന്നു. കഥമ ഷെയ്ഖ്, ഷെയ്ഖ് അവറുകളുടെ കാലിൽ പിടിച്ചു. എന്നിട്ട് ആ കാല് ഈ ഷെയ്ഖാക്കി അല ഒരുക്കുകയും ഷെയ്ഖ് അലിയിൽ ഹീത്തി തങ്ങളുടെ പെരടിയുടെ മുകളിൽ ഷെയ്ഖ് മൊഹീദ്ദീൻ എന്ന കാല് പിടിച്ചിട്ടാക്കുകയും. അങ്ങനെ ദഖല തഹത ദൈലിഹി, അങ്ങനെ ഷെയ്ഖ് അവറുകളുടെ അധീനതയിൽ ഈ ഷെയ്ഖ് അലിയിൽ ഹീത്തി എന്നിവർ പ്രവേശിച്ചു. മദ്ദൽ ഹാദിറൂന കുല്ലുഹും അഅനാഖഹും, അപ്പൊ സദസ്സിലുള്ള എല്ലാ ഔലിയാക്കളും അവിടെ പിരടികൾ ഷെയ്ഖ് അവറുകൾക്ക് നീട്ടിക്കൊടുത്തു. എന്നിട്ട് വഖാല, അങ്ങനെ കേട്ടെ, വഖാല ഷെയ്ഖു അലി ഇബ്നു അബിൽ ബറക്കാത്ത്, സഹ്ർ ബിൻ സഹ്ർ എന്ന് പറയുന്ന ആള് പറയാ,
ഖാല അബീ സഹർ, എന്റെ പിതാവായ സഹർ പറയുന്നു, ഖുൽതു ലി അമ്മി അശ്ശൈഖ് അദി ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു, എന്റെ എളാപ്പയാണ് ഷെയ്ഖായ എന്റെ എളാപ്പയാണ് അദി എന്ന് പറയുന്ന ആള്. ആ എളാപ്പയോട് ഞാൻ ചോദിച്ചു, അലിംത, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, അന്ന അഹദൻ മിനൽ മശായിഖിൽ മുതഖദ്ദിമീന, ഈ ഷെയ്ഖിന് മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് ഷെയ്ഖന്മാരുണ്ട്, അത്തരം മശായിഖന്മാരിൽ ആരെങ്കിലും ഒരാള് ഖാല ആദിൽ മക്കാലത്ത ഖതമീ അലാ റഖബാത്തിൽ ഔലിയ എന്ന് പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, ഈ വാക്ക് ഏതെങ്കിലും മുൻ കഴിഞ്ഞു പോയ ഷെയ്ഖന്മാരെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? വൈറ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ ഒഴിച്ച് വേറെ ഏതെങ്കിലും മഹാന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കിയപ്പോ കാല എന്റെ എളാപ്പയായിരിക്കുന്ന ഷെയ്ഖ് അദി എന്നവർ പറയാണ്, ഇല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ കുൽത്തു, ഞാൻ ചോദിച്ചു, എന്റെ ചോദിച്ചു, സമാനഹ, ആരും പറയാത്തൊരു വാക്കാണ് ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾ പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? കാല, അപ്പൊ എന്റെ അളാപ്പയായ ഷെയ്ഖ് പറയാണ്, ഇപ്പോൾ മഹാൻ ആ സമയത്ത് അല്ലാഹു തആലാന്റെ അടുത്താണ്, ഒരു ഫർദിയായ മക്കാമ്, തനിച്ചെത്തുന്ന മക്കാമാണ്. ആ മക്കാമിലേക്ക് ആരും എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു മക്കാമിനെ വ്യക്തമാക്കി തരുന്ന ഒരു പദമാണ് ഖദമി അലാ റഖബാത്തിൽ ഔലിയാഇ തുറ എന്ന് പറയുന്ന വാക്ക് എന്നാണ് എന്റെ അളാപ്പി എനിക്ക് പറഞ്ഞു തന്നതാണ്. അങ്ങനെ ചോദിക്കുമ്പോ കൊൽത്തു, ഞാൻ പറഞ്ഞു, ഒരു കുല്ലി വഖത്തി ഫർദിൻ, ഒരു കുല്ലി വഖത്തി ഫർദ്, അല്ലെങ്കിൽ ഒരു കുല്ലിൻ എല്ലാവർക്കും ഉണ്ടോ വഖത്തു ഫർദിൻ, ഒരു തനിച്ച് നിൽക്കാൻ പറ്റുന്ന ടൈം എല്ലാവർക്കും ഉണ്ടോ? കാലം ആ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ വലാക്കിൻ, എങ്കിലും ലൻ യുഅ്മർ അഹദുൻ, ഒരാളോടും കൽപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ, അയ്യഖൂല ഹാദൽ ഖൗല, ഇങ്ങനൊരു വാക്ക് പറയണമെന്ന് എല്ലാവരും തനിച്ചൊരു മക്കാമിൽ എത്തിയിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് മറ്റുള്ള എത്തിയിട്ടില്ല. പക്ഷെ അവരോടാരോടും ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇവ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളോടല്ലാതെ ആരോടും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. കൊൽത്തു, അപ്പൊ ഞാൻ ചോദിച്ചു, അവ അമറ ബി ഖൗലിക, ഇങ്ങനെ പറയണമെന്നത്, അവ ഉമിറ ബി ഖൗലിക, ഈ വാക്ക് പറയണം എന്നതുകൊണ്ട് ഷെയ്ഖിനോട് ആജ്ഞാപിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഖാല, എന്റെ അളാബ് പറഞ്ഞു, ഖദ് ഉമിറ, അങ്ങനെ ആജ്ഞാപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. വഇന്നമാ വളഅ കുല്ലുഹും റുഊസഹും, അവരെല്ലാവരും അവരുടെ തല താഴ്ത്തി കൊടുത്തു. ഈ മക്കാനിൽ അംരി, ആ കൽപ്പനയുടെ മക്കാനിലേക്ക്, മക്കാനാണ് അവിടെ കൽപ്പന ഉണ്ടല്ലോ, ആ കൽപ്പനയുടെ സ്ഥാനത്തേക്ക് എല്ലാ ഔലിയാക്കളും അവരുടെ തലകൾ താഴ്ത്തി കൊടുത്തു. അലാ തറ, എന്നിട്ട് പറഞ്ഞു തരാൻ എന്റെ അളാപ്പ, നിനക്ക് കണ്ടൂടെ, അറിഞ്ഞൂടെ, ഇത് നോക്കുന്നില്ലേ, ഇരൽ മലായികത്തി, മലക്കുകളിലേക്ക്, ലം യസ്ജുദൂലി ആദമ, അവരാരും ആദം നബിക്ക് സുജൂദ് ചെയ്തിട്ടില്ലല്ലോ, ഇല്ല ലി വുറൂദിൽ അംബി അലൈഹിം ബിദാലിക, സുജൂദ് ചെയ്യണം എന്നതുകൊണ്ട് മലായികത്തിനോട് അള്ളാന്റെ കൽപ്പന വന്നപ്പോഴല്ലേ സുജൂദ് ചെയ്തിട്ടുള്ളൂ, അല്ലാ ചെയ്തിട്ടില്ലല്ലോ. ആ ചരിത്രം നോക്കി നോക്കാം. എന്നതുപോലെ തന്നെ പിന്നെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. മഹാനായ ഷെയ്ഖിനോട് പറഞ്ഞു, പറയാം പറഞ്ഞു എന്നതുപോലെ തന്നെ ഒക്കെയാണ്. അഹമ്മദ് റിഫായി, ഷെയ്ഖ് അഹമ്മദ് റിഫായി തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി, ഹൽ ഖാല ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ദാലിക ബി അംദിൻ ഔ ബിലാം, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങൾ ഖദമി അലാ റഖബാത്തിൽ ഔലിയ എന്ന വാക്ക് പറഞ്ഞത് കൽപ്പന പ്രകാരമാണോ അല്ലയോ എന്നാണ് ചോദ്യം. ഖാല, അപ്പൊ ഷെയ്ഖ് അഹമ്മദ് റിഫായി തങ്ങൾ പറയാണ്, ബൽ ബി അംദിൻ, അത് കൽപ്പന പ്രകാരം പറഞ്ഞ തന്നെയാണല്ലോ. വലിയനല്ലേ വലിയനെ തിരിയുള്ളൂ, റിഫായി തങ്ങളും വലിയല്ലേ. وروي بالإسناد إلى الشيخ أبي بكر بن ഹവാ, ഷെയ്ഖ് അബീബക്കർ ബിൻ ഹവാ എന്ന് പറയുന്ന മഹാനിലേക്ക് എത്തുന്നൊരു പരമ്പരയുണ്ട്. ആ പരമ്പര പ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്നഹു ഖാൽ, ഷെയ്ഖ് അബൂബക്കർ പറയുന്നു, ഈ മജ്ലിസ്,
അല്ല, ഷെയ്ഖ് പറയാണ് ഈ മജ്‌ലിസ് തന്റെ മജ്‌ലിസിൽ യൗമൻ ഒരു ദിവസം ബൈന സഹാബി തന്റെ ശിഷ്യന്മാർക്ക് ഇടയിൽ ഇരിക്കുമ്പോ ഒരു ദിവസം പറയാറ് സൗഫ യദ്ഹറു ഫിൽ ഇറാഖി റജുലു മിൻ അജമി. അപ്പോ ആരാ പറയണത്? ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയാണ് തന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ വെച്ചിട്ട് പറയാണ്. മൂപ്പര സദസ്സാ പറയണത്. ഷെയ്ഖ് മുഹിയുദ്ദീനെ കുറിച്ചാണ് പറയണത്. ഇറാഖില് പിന്നീട് അനറബിയിൽപ്പെട്ട ഒരാൾ വെളിപ്പെടും. അതൊരു മനസ്സിലെത്തി ഇന്ദല്ലാഹി വന്നാസി, അള്ളാഹിന്റെ അടുക്കലും ജനങ്ങൾക്കും നല്ല സ്ഥാനം അയാൾക്കുണ്ടാവും. അങ്ങനത്തെ ഒരാളോട് വരുന്നതാണ്. ഇസ്മുഹു അബ്ദുൽ ഖാദിർ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഖാദിർ എന്നാകുന്നു. അദ്ദേഹം പറയും യഖൂലു ഖദമി ഹാദിഹി അലാ റഖബത്തി കുല്ലി വലിയില്ല എന്ന് അദ്ദേഹം പറയും. അത് ഉറപ്പാണ്. അശ്രിഹി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള എല്ലാ ഔലിയാക്കളും അദ്ദേഹത്തിന് കീഴൊതുങ്ങുകയും അദ്ദേഹത്തിന്റെ അധീനതയിലാവുകയും ചെയ്യും. അങ്ങനെ വാക്ക് പറയും മൂപ്പരെന്നാണ്. അപ്പോൾ ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ പ്രവചിച്ചു വെച്ചു കഴിഞ്ഞു. ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്ന മഹാനവർ പറയണത് ഫർദു ഫി വഖതി, അപ്പോൾ ആ സമയത്ത് അക്കാലഘട്ടത്തിൽ തനിച്ചു നിൽക്കുന്ന ഒരാൾ ഷെയ്ഖ് തങ്ങളെ ഉള്ളു വരാറില്ല, ഒരാൾ ആ മക്കാമിലേക്ക് എത്തൂല. ഇതാണ് റിഫായി തങ്ങൾ മുഖാന്തരം ചോദിച്ചതും പിന്നെ ഷെയ്ഖ് അബൂബക്കർ തങ്ങൾ പറഞ്ഞ മറുപടിയും. ഇനി ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹജർ അൽ അസ്ഖലാനി എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, ബുഖാരി ഇമാമിന്റെ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ ഫത്തുൽ ബാരിയുടെ മുസന്നിഫ്, മഹാൻ പറയുന്നു, മഹാനോട് ചോദിക്കപ്പെട്ടു അമ്മാനാത്തിൽക്കൽ മക്കാലത്തി ഖദമിയലാർക്കബാത്തിൽ ഔലിയായി എന്ന് ഷെയ്ഖ് മുഹിയുദ്ദീൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് പറഞ്ഞതിന് അർത്ഥം ചോദിക്കപ്പെട്ടു. അപ്പൊ അജാബ ബിമാ യതൂലു ദിക്റുഹു, വളരെയധികം നീട്ടി പറയാണ്ട്. അയാൾ നീട്ടി പറയാൻ മാത്രമുള്ള വാക്കുകളെ കൊണ്ടാണ് ഷെയ്ഖ് ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ അബ്ദുൽ അസ്ഖലാനി തങ്ങൾ മറുപടി കൊടുത്തത്. അതൊക്കെ പാടെ ഇവിടെ പറയുന്നില്ല, നമുക്ക് തെളിവിനായിട്ട് കുറച്ച് പറയാം. ഒമിൻഹു, അങ്ങനെ പറഞ്ഞതിൽ പെട്ടതാണ് അന്നൽ ഖവാരിഖി, മഹാ അത്ഭുതങ്ങൾ വെളിപ്പെടുക എന്ന് പറഞ്ഞ അസാധാരണ സംഭവം വെളിപ്പെടുക. വാക്കിയത്തും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ലാ യുങ്കിറുക, അത് നിഷേധിക്കാൻ കഴിയൂല. ഇല്ലാ മുആനിദുൻ, ഒരു മുആനിദ്, ഒരു എതിർക്കുന്ന ആൾ ആരാണോ അവർക്ക് നിഷേധിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ആർക്കും കറാമത്ത് നിശ്ചയിക്കാൻ കഴിയൂല. വദക്കറ ഇമ്മത്തുന, നമ്മുടെ ഇമാമിമാർ പറഞ്ഞിട്ടുണ്ട്, ലാബിത്തൻ, ഒരു വ്യക്തമാക്കാൻ പറ്റുന്ന ക്ലിപ്തമാക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. അൽ മഖ്ബൂലു മിനൽ മർദൂദ്, മർദൂദിനെയും തൊട്ട് സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന വാക്ക് ഏതാണെന്ന് വേർതിരിയാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ക്ലിപ്തമായ രീതിയിൽ നമ്മുടെ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞുതരാം. വഖാലു, ആ ഇമാമികൾ പറയുന്നു, ഇൻകാന മൻ വഖാലുൽ ഖവാരിഖു, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു വ്യക്തി, അലൽ മിൻഹാജിൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലൂടെ ഇസ്ലാം പറഞ്ഞ അതേ രീതി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ വഹിയ കറാമത്തുൻ, അത് കറാമത്ത് തന്നെയാണ്. അതിന്റെ ഉദാഹരണം പറഞ്ഞത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളെ പോലെ മഹാനവറുകൾക്ക് പല അത്ഭുതവും ഉണ്ടായിട്ടുണ്ട്. മഹാൻ വലിയാണ്. വഖദ് ഖാല സുൽത്താനുൽ ഉലമ ഇസ്സുദ്ദീൻ ബിൻ അബ്ദുൽ സലാം, സുൽത്താനുൽ ഉലമ എന്ന് പേര് പറയാൻ പറ്റുന്ന ഒരാളാണ് ഇസ്സുദ്ദീൻ എന്ന് പറയുന്ന ആള്. മഹാൻ പറയുന്നു, മാ വസലത്ത് ഇലൈന കറാമാത്തു അഹദിൻ, ഒരാളുടെയും കറാമത്തുകൾ നമ്മളിലേക്ക് ചേർന്ന് വന്നിട്ടില്ല. തവാത്തുരി, അണമുറിയാതെ കളവിന് സാധ്യതയില്ലാത്ത വിധം ഒഴുകി വരുന്ന തവാത്ര വഴിയിലൂടെ ഒരു മഹാന്റെയും കറാമത്ത് നമ്മളിലേക്ക് എത്തിയിട്ടില്ല. മിസ്ലമ വസലത്ത് ഇലൈന കറാമാത്തു സുൽത്താൻ ഔലിയായി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ, സുൽത്താനുൽ ഔലിയയുടെ ഷെയ്ഖായ അബ്ദുൽ ഖാദിർ തങ്ങളുണ്ട്. മഹാനവരുടെ കറാമത്തുകൾ നമ്മളിലേക്ക് എത്തിച്ചേർന്നത് അതുപോലെ ഒരാളും ചേർന്നിട്ടില്ല. അത്രത്തോളം കറാമത്തിന്റെ ഉടമയാണ് മഹാൻ. ഫകാന റളിയല്ലാഹു അൻഹു ഹാദിറുൽ ഹിസ്, മഹാനവറുകൾ യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്ന രീതിയിൽ സന്നിഹിതനായിരുന്നു. മുതമസ്സികൻ ബി ഖവാഇദി ശരീഅ, അങ്ങനെയൊക്കെയാണ് എങ്കിലും മഹാനവറുകൾ ശരീഅത്തിന്റെ നിയമങ്ങളെ കൊണ്ടും ആശയങ്ങളെ കൊണ്ടും പിടിച്ചു നിൽക്കുന്നവരായിരുന്നു.
വയദൂയിലേക്ക് ആ ഒരു അഖായിദയിലേക്ക് കവായിദയിലേക്കായിരുന്നു മഹാന്റെ ക്ഷണം. വയംവുറു അൻ മുഖാലഫത്തിഹ ശൈഖവറുകൾ ശരീഅത്തിന് വിരുദ്ധമായി വരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ട് മഹാനവറുകൾ ഒഴിഞ്ഞു പോകും. അങ്ങനെ ശരീഅത്തിന്റെ കവായിദുകൾ ഏതൊക്കെയുണ്ടോ അത്തരം കവായിദുകളിൽ ജനങ്ങളെ ജോലിയിലാക്കും. ശരീരത്തിനുള്ള മല്ലടി, അതുപോലെ തന്നെ ഇബാദത്ത്, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കലോട് കൂടെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മഹാനവറുകൾ ചെയ്തിരുന്നുണ്ട്. സ്വന്തം അമലുണ്ട്, മറ്റുള്ളവർക്ക് പ്രചോദനവുമുണ്ട്. അങ്ങനെ ഓ മസജദാലിക ബി മുഖാലത്തി ഷാഇലി, അപ്പോ ഓ മസജദാലിക ബി മുഖാലത്തി ഷാഇലി അൻഹാ, ആ പറയുന്നതിനെ തൊട്ട് ജോലിയാകുന്ന ഏതെല്ലാം സംഗതിയുണ്ടോ അത്തരം സംഗതികളെ എന്താണ് കൂടിക്കലർത്തുക. ഇങ്ങനെ കൂട്ടിക്കലർത്തുക ചെയ്യുക എന്നുള്ളത് വാലിബൻ, അത് വാലിബിലും. അപ്പൊ മതദാലിക്കാൻ ശരി, അതിനെ മഹാൻ കൂട്ടിക്കലർത്തി. ഈ മുഖാദി ഷായിലി അൻഹ, ഈ പറയുന്ന കാര്യത്തെ തൊട്ട് ജോലിയാക്കാൻ പറ്റുന്ന സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവും കൂടിക്കലർന്ന. അത്തരം കൂടിക്കലരാൻ പറ്റുന്നതിന് ഇതിനെ കൂട്ടിച്ചേർത്തിട്ടു. ഏതുപോലെയൊക്കെ അസ്വാജുവൽ ഔലാദി, കല്യാണം കഴിക്കുക, മക്കളുണ്ട്, അതൊക്കെ സംഗതി ഇവിടെ സംഗതിയിൽ അതിനെ തൊട്ട് ജോലിയാക്കാൻ പറ്റുന്ന രീതിയിൽ സംഗതിയാണെങ്കിലും അതൊന്നും എന്താവുന്നല്ല, ഒഴിവാകുന്നില്ല. ശരീരത്തിന് ഒരു കാര്യം ഒഴിവാക്കുന്നില്ല മഹാൻ. അമങ്കാരഹാദ സബീര, ദുനിയാവിൽ ജീവിക്കുന്നു, വേണ്ടതുപോലെ ഇടപെടുന്നു, അതോടൊപ്പം ആത്മീയമായിട്ട് പരിപൂർണതയിലാണ്. ഇങ്ങനെയുള്ള റൂട്ടുള്ള ഒരാള് കാന അക്മല മിൻ ഗൈരി, മറ്റുള്ളവരെക്കാൾ ഏറ്റവും പരിപൂർണമായ ആളായി മാറിയല്ലോ. മാത്രമല്ല വലി അന്നഹ സിഫത്തു സാഹിബ് ശരീഅത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ പറഞ്ഞ സംഗതികളൊക്കെ വാസ്തവത്തിൽ മുത്തുനബി തങ്ങളുടെ ശരീഅത്തിന്റെ മുത്തുനബി തങ്ങൾ, ആ തങ്ങൾക്കുള്ള ഗുണം തന്നെ. നബിതങ്ങൾ ആത്മീയപരമായിട്ടൊക്കെ ആണെങ്കിലും ഭൗതിക ലോകത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഭാര്യമാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, മക്കളൊക്കെ ഉണ്ടായിട്ടില്ലേ. അതോടൊപ്പം തന്നെ ആത്മീയത നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് നമുക്ക് പറയാം.